ജീവൻ നൽകിയ കല്ലും ശാഠ്യവും. എലാരയുടെ പൂന്തോട്ടം കല്ലുകളിൽ നിന്നാണ് വളർന്നത്. മറ്റുള്ളവർ തരിശുഭൂമി കണ്ടിടത്ത് അവൾ സാധ്യതകൾ കണ്ടു. മിനുസമാർന്ന ചാരനിറത്തിലുള്ള ഒരു കല്ല് വെച്ചുകൊണ്ട് അവൾ മൂളി, "നീ പായലിനൊരു വീടാകും" എന്ന് മന്ത്രിച്ചു. ഒരു മുല്ലയുള്ള ചുവന്ന കല്ല്, ഒരു ലീഡിബഗ്ഗിനൊരു സിംഹാസനം. അവളുടെ അയൽക്കാരനായ വൃദ്ധനായ മിസ്റ്റർ ബ്രെന്നർ പരിഹസിച്ചു. "പാറകൾ പാറകളാണ്. ശാഠ്യത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും വളർത്താൻ കഴിയില്ല." പക്ഷേ എലാര ഉറച്ചുനിന്നു. പുലർച്ചെ അവൾ കല്ലുകൾക്ക് വെള്ളം നനച്ചു. മഴയുടെയും വേരുകളുടെയും കഥകൾ അവൾ അവരോട് പറഞ്ഞു. ആഴ്ചകൾ കടന്നുപോയി. ഒന്നുമില്ല. പിന്നെ ഒരു പ്രഭാതത്തിൽ ഒരു വിള്ളൽ. ഏറ്റവും വലിയ ചാരനിറത്തിലുള്ള കല്ലിന്റെ ഹൃദയത്തിൽ ഒരു ധിക്കാരിയായ പച്ച മുകുളമുളയുയർന്നു. സൂര്യനിലേക്ക് വിടർന്ന ചെറിയ ഇലകൾ. അത് ഒരു അത്തിമരമായിരുന്നു. പാറയിൽ വേരൂന്നിയ, അസാധ്യമെന്ന് തോന്നുന്നിടത്ത് വാങ്ങൽ കണ്ടെത്തുന്ന ഒരിനം. മിസ്റ്റർ ബ്രെന്നർ അത് കണ്ട് നിശബ്ദനായി. അടുത്ത ദിവസം എലാരയുടെ കവാടത്തിനരികിൽ ഒരു കലത്തിൽ നിർമ്മിച്ച സൂര്യകാന്തിയിരുന്നു. ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: "സൂര്യനെ ആകർഷിക്കുന്ന കല്ലിന് ധാർമ്മികത. യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത് പൂർണ്ണതയുള്ള മണ്ണിനായി കാത്തിരിക്കുന്നതിലൂടെയല്ല, മറിച്ച് കഠിനവും വഴങ്ങാത്തതുമായി തോന്നുന്നവയിൽ മറഞ്ഞിരിക്കുന്ന സാധ്യതകൾ കാണുന്നതിലൂടെയും അതിനെ പരിപോഷിപ്പിക്കാനുള്ള വിശ്വാസമുണ്ടായിരിക്കുന്നതിലൂടെയുമാണ്."